ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 15ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. 15ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം. ഭഗവാൻ വേദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട എല്ലാ ജ്ഞാനവും ചുരുക്കി ഈ അധ്യായത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, മുഴുവൻ ഭൗതിക ലോകത്തെയും ഭഗവാൻ ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഊർധമൂലം അധശാകം അശ്വത്ഥം പ്രാഹുരവ്യം ഛന്ദാംസി യസ്യ വർണ്ണാനി യസ്ത്വം വേദ സ വേദവിദ്. വേദം മുഴുവൻ മനസ്സിലാക്കിയ വ്യക്തി ഈ ഭൗതിക ലോകത്തെ ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ട് മനസ്സിലാകും എന്ന് പറഞ്ഞു തന്നു. അതിനുശേഷം ആ വൃക്ഷത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് യഥാർത്ഥ സുഖം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഈ വൃക്ഷത്തിന്റെ പുറത്തു കടക്കണം എന്ന് പറഞ്ഞു. പുറത്തു കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആത്മീയ ലോകത്തിലെത്താം. എവിടെ എത്തിയാൽ തിരിച്ചു വരവില്ലയോ ആ ലോകത്തിലെത്തി അവിടെ നമ്മൾക്ക് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ദർശിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ സേവനത്തിൽ മുഴുകാനാണ് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ് ആ ലോകത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്, അതിന്റെ യോഗ്യതകളൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിർമ്മാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദ്വന്ദ്വേർ വിമുക്ത സുഖദുഃഖ സംജ്ഞേർ ഗച്ഛന്ത്യമൂഢ പദമവ്യയന്തത്. മനമോഹങ്ങളിൽ നിന്നും ദ്വന്ദ്ങ്ങളിൽ നിന്നും മുക്തരായവർക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാന്റെ ലോകത്തിനെ കുറിച്ച് പറഞ്ഞു തന്നു. പരമമായിട്ടുള്ള ലോകത്തിനെ കുറിച്ച് പറഞ്ഞു. തദ് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഭഗവാന്റെ ധാമം പരമമായിട്ടുള്ള ധാമമാണ്. എല്ലാം ഭഗവാന്റെ ലോകമാണെങ്കിലും ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള ലോകങ്ങളുണ്ട്. എല്ലാ ലോകങ്ങളും ഒരേപോലെയല്ല. താഴ്ന്ന തരത്തിലുള്ള ലോകങ്ങളുണ്ട്, ഉയർന്ന തരത്തിലുള്ള ലോകങ്ങളുണ്ട്, ആത്മീയ ലോകങ്ങളുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളാണ്. എല്ലാ ലോകവും ഒരേപോലെയല്ല. കാരണം ഭഗവാന്റെ ശക്തികൾ വ്യത്യസ്തമാണ്. പരാസ്യ ശക്തി വിവിധൈവ ശ്രൂയത എന്ന് വേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ പരമമായിട്ടുള്ള ലോകത്തിനെ കുറിച്ച് പറഞ്ഞു. അത് ഭഗവാന്റെ തന്നെ ലോകമാണെന്ന് പറഞ്ഞു. അതിന്റെ ചില പ്രത്യേകതകളൊക്കെ ഭഗവാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഓർമ്മയുണ്ടോ? എന്താണ് ഭഗവാന്റെ ലോകത്തിന്റെ പ്രത്യേകത ഭഗവാൻ പറഞ്ഞത്? ആർക്കാണ് ഓർമ്മയുള്ളത്? ഗീതാ മാതാജി പറഞ്ഞു. അത് ഭഗവാന്റെ ലോകം സ്വയം പ്രകാശിക്കുന്ന ലോകമാണ്. അവിടെ സൂര്യന്റെയോ ചന്ദ്രന്റെയോ അഗ്നിയുടെയോ പ്രകാശത്തിന്റെ ആവശ്യമില്ല. ഭഗവാന്റെ ലോകം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരികെ വരേണ്ട ആവശ്യമില്ല. ഗീതാ മാതാജി കറക്റ്റായിട്ട് പറഞ്ഞു. നമ്മുടെ ലോകവും നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകവും ഭഗവാന്റെ ലോകവും തമ്മിലുള്ള വ്യത്യാസം. ഈ ലോകം ഇരുട്ട് നിറഞ്ഞതാണ്. ഈ ലോകത്തിന് നമ്മൾക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ ഒരു പുറമേ നിന്ന് ഒരു പ്രകാശം ആവശ്യമാണ്, അല്ലെ? നമ്മളിപ്പോൾ ഏതെങ്കിലും വൈദ്യുതി വെളിച്ചത്തിന്റെ സഹായത്തിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാകുക രാത്രി. പകൽ സമയത്താണെങ്കിൽ സൂര്യന്റെ പ്രകാശത്തിലാണ് നമ്മൾ കാണുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ ഇരുട്ടാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വെളിച്ചത്തിന്റെ സ്രോതസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഭൗതിക ലോകം ഇരുട്ടാണ്. പക്ഷെ ഭഗവാന്റെ ആത്മീയ ലോകം അങ്ങനെയല്ല, ഇരുട്ട് നിറഞ്ഞതല്ല. അവിടെ മുഴുവൻ പ്രകാശം നിറഞ്ഞതാണ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് തന്നെ പ്രകാശം, ബ്രഹ്മജ്യോതിസ് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇരുട്ടില്ല. അതുകൊണ്ട് അവിടെ സൂര്യചന്ദ്രന്മാരുടെ ആവശ്യമില്ല.
എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. ഇന്നത്തെ ഭാസേതേ സൂര്യോ ന ശശാങ്കോ ന പാവക. പിന്നെ മറ്റൊന്ന്, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ഥിരതാമസമുണ്ട്. പെർമനന്റ് വിസ നമ്മൾക്ക് കിട്ടും. സ്ഥിരതാമസം, സ്ഥിരമായിട്ട് നമുക്ക് അവിടെ താമസിക്കാം. ഒരിക്കലും അവിടെ നിന്ന് പുറത്തു വരേണ്ട ആവശ്യമില്ല. നിവർത്തന്തേ തദ്ധാമ പരമം മമ. വേറെ ഏത് ലോകത്ത് പോയി കഴിഞ്ഞാലും സമയമാകുമ്പോൾ നമ്മൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരും, അല്ലെ? ബ്രഹ്മലോകത്ത് പോയാൽ പോലും പുറത്തു പോകണം. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന. പക്ഷെ ഭഗവാന്റെ ലോകത്ത് നമ്മളെ ആരും പുറത്താക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അതെ, ഭഗവാൻ എന്തിനാണ് അതൊക്കെ പറയുന്നത്? അതിന്റെ ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ആർക്കാണ് അറിയുന്നത്? എല്ലാ കാലത്തും ജീവൻ ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാനിൽ നിന്നും വരുന്ന അംശങ്ങളെല്ലാം പൂർണ്ണമാണ്. യെസ്, എല്ലാ കാലത്തും ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമായിട്ട് തന്നെ ഇരിക്കും, അല്ലെ? ഭഗവാന്റെ സ്വന്തം അംശമാണ്, ഭഗവാന്റെ ബന്ധുക്കളാണ്, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എല്ലാ ജീവാത്മാക്കളും. ആ ജീവാത്മാക്കൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഇരിക്കും, സനാതനം, അല്ലെ? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. ആ ജീവാത്മാക്കൾ ഒരിക്കലും ഈശ്വരനായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ ഭഗവാനായിട്ട് മാറുന്നില്ല. ഭഗവാനെ സേവിക്കുന്നതിലൂടെയാണ് ആ ജീവാത്മാക്കൾക്ക് സന്തോഷം, ആനന്ദം ഉണ്ടാകുന്നത്. പിന്നീട് ഭഗവാൻ ആ ജീവാത്മാക്കളുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഈ ലോകത്തിൽ ആ ജീവാത്മാക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, സുഖമാണോ ദുഃഖമാണോ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഭഗവാൻ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഭഗവാൻ പറഞ്ഞത്? ഈ ലോകത്തിൽ ഈ ജീവാത്മാക്കളുടെ ജീവിതത്തിനെ കുറിച്ച് ഭഗവാൻ എന്താ പറഞ്ഞത്? ഭൗതിക ലോകത്ത് ആർക്കും സുഖമായി ജീവിക്കാൻ പറ്റില്ല, ശരീരം നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പൊ ഭഗവാൻ അറിയാം ഈ ലോകത്ത് എല്ലാവരും കഷ്ടപ്പെടുകയാണ്, അല്ലെ? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. അത് ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞത്. പിന്നെന്താണ് പറഞ്ഞത്? പ്രകൃതിസ്ഥാനി കർഷതി, അല്ല? അവരിവിടെ കിടന്നിട്ട് കഷ്ടപ്പെടുകയാണ്. മനഃഷ്ടാണീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ ഈ ജീവാത്മാവിനെ ഇവിടെ കിടത്തി ദുരിതങ്ങൾ അനുഭവിപ്പിക്കുകയാണ്. അവർക്ക് സുഖമില്ല എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞു. ഈ ലോകത്തിൽ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു തന്നു. അതിന്റെ വിശദീകരണമാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. എങ്ങനെയാണ് കഷ്ടപ്പാട് അനുഭവിക്കുന്നത്, എന്താണ് ഒരു ജീവൻ അനുഭവിക്കുന്ന ദുരിതം, അല്ലെ? ജീവാത്മാക്കളൊക്കെ ഇവിടെ, മനുഷ്യന്മാരൊക്കെ പറയുന്നത് സുഖമാണ് എന്നാണ്, അല്ലെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നു നമ്മൾ പറയും. എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഖമായിരിക്കുന്നു എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത്. എന്താണ് ഒരു ദുഃഖം? ഭഗവാൻ പറഞ്ഞത് ഇവിടെ ശരീരം മാറി മാറി എടുക്കേണ്ടി വരും, അതൊരു ദുഃഖമാണ്, അല്ല? ഒരു ശരീരത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇരിക്കാൻ സാധിക്കുകയില്ല. ശരീരം മാറി മാറി എടുക്കേണ്ടി വരും. ഒരു ഗർഭപാത്രത്തിൽ നിന്ന് വേറൊരു ഗർഭപാത്രത്തിലേക്ക് പോകേണ്ടി വരും. പിന്നെ അത് വളർന്ന് വലുതായി വയസ്സായി മരിച്ചു പോകും. പിന്നെ അടുത്തൊരു ഗർഭപാത്രത്തിലേക്ക് പോകണം. ഇങ്ങനെ ശരീരങ്ങള് മാറി മാറി എടുക്കണം എന്ന് പറഞ്ഞു. ശരീരം യഥവാപ്നോതി യച്ഛാക്രാമതീശ്വര ഗൃഹീത്വൈതാനി സമയാനി വായുർഗന്ധാനി വാശയ. ഓരോ ശരീരത്തിലുമുള്ള ആഗ്രഹം അനുസരിച്ച് അടുത്തൊരു ശരീരം കിട്ടുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ദുഃഖമാണ്. ശരീരം മാറി മാറി എടുക്കുന്നത് ജന്മമൃത്യു ജരാവ്യാധി ദുഃഖങ്ങളാണ്. ഭാഗവതത്തിൽ നമ്മൾ 3ാമത്തെ സ്കന്ധത്തിൽ വായിച്ചിട്ടുണ്ട്. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ്, അല്ല? അത് ഒരു വില്ല് പോലെ വളഞ്ഞു കിടക്കണം ഒരു പാക്കറ്റിനകത്ത്. ആ അമ്മ കഴിക്കുന്ന എരിവുള്ള പദാർത്ഥങ്ങളൊക്കെ ആ കുട്ടിയുടെ മൃദുവായിട്ടുള്ള തൊലിയെ പൊള്ളിക്കും. ആ കുട്ടി അവിടെ കിടന്ന് പെടയും. അപ്പൊ അമ്മ പറയും ആ കുട്ടി എന്തോ ഡാൻസ് കളിക്കുകയാണെന്ന് പറയും. ആ കുട്ടി പക്ഷെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന വലിയ ദുഃഖമാണ്.
ഇനിയും നമ്മളോട് അങ്ങനെ ഒരു ബാങ്കിനകത്തേക്ക് പോയി കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് ദുഃഖമാണ്. ജന്മം, ഒരു ഗർഭപാത്രത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ദുരിതമാണ്. പിന്നെ അതിന് പുറത്തു വന്നു കഴിഞ്ഞാലും ദുരിതങ്ങളുണ്ട് അല്ലെ? ആധ്യാത്മികം, അതിഭൗതികം, അതിദൈവികം എന്ന് പറയുന്നത്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ഓരോന്ന് ചിന്തിച്ച് പ്രശ്നം ഉണ്ടാവും. അതും ഇതൊക്കെ ചിന്തിച്ച് ദുഃഖമുണ്ടാവും. പിന്നെ എന്താണ്, മറ്റുള്ളവർ നമ്മൾ ചിലപ്പം പല രീതിയിൽ ഉപദ്രവിക്കും, അല്ലെ? നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മളോട് അസൂയുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനം ഒന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. നമ്മുടെ സ്ഥാനത്ത് നിന്നും താഴ്ത്തിറക്കാൻ വേണ്ടി പലരും ശ്രമിക്കും, പലരും പൊളിറ്റിക്സ് കളിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. അതൊക്കെ അതിഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളാണ്. ചില ജീവികൾ നമ്മളെ ഉപദ്രവിക്കും, അല്ല? ചൂട്, തണുപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് അതിദൈവികമായിട്ടുള്ള പ്രശ്നം. കൂടുതൽ മഴ, കൂടുതൽ ചൂട്, കൂടുതൽ തണുപ്പ്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെ അതിദൈവികമായിട്ടുള്ള ദുരിതം. ഇതെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ശരീരം എടുത്ത് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. പിന്നീട് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. അസുഖം വരും. അസുഖം വരുന്നത് നമ്മൾക്ക് ഇഷ്ടമല്ല, പക്ഷെ അസുഖം വരും. വയസ്സാകുന്നത് നമ്മൾക്ക് ഇഷ്ടമല്ല, പക്ഷെ വയസ്സാകും, അല്ല? വയസ്സാകുന്ന ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മള് മുടി നരച്ചു കഴിഞ്ഞാൽ അത് കറുപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മളെ മുഖത്ത് ചുളിവ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും നിർത്താൻ ശ്രമിക്കും. അപ്പം വയസ്സാകുന്നത് ആർക്കും ഇഷ്ടമല്ലെങ്കിലും വയസ്സാകും. മരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലെങ്കിലും മരിച്ചു പോകും. ഇതൊക്കെ ശരീരം എടുത്താലുണ്ടാകുന്ന ദുഃഖങ്ങളാണ്. പക്ഷെ നമ്മൾ അതൊന്നും കണക്കാക്കുന്നില്ല. മായാശക്തി കൊണ്ട് നമ്മൾ അതൊക്കെ മറന്ന് അങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഭഗവാൻ പറയുന്നു അതൊക്കെ ദുഃഖം തന്നെയാണ്. ഇതൊക്കെ ഇവര് കഷ്ടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ. ഈ ലോകത്ത് കിടന്നിട്ട് അവര് ദുഃഖിക്കുകയാണ്. അവര് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും, ഐ ആം ഫൈൻ എന്നാണ് പറയുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർക്ക് ദുഃഖമുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതെല്ലാവരും സമ്മതിക്കുന്നില്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാവരും ഇത് മനസ്സിലാക്കുന്നില്ല. ജ്ഞാനികൾ വിമൂഢാനാന പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സഹായത്തോടു കൂടി ആത്മീയജ്ഞാനം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യമൊക്കെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതൊന്നും വലിയ കാര്യമാക്കാതെ വിമൂഢാനാന പശ്യന്തി. കലിയുഗത്തിൽ 90% ആളുകളും ഇതൊന്നും കാര്യമാക്കാതെ അങ്ങനെ നടക്കുന്ന ആളുകളാണ്. ഭഗവാൻ അവരെ കുറിച്ച് പറയുന്നത് വിമൂഢ എന്നാണ്. വിമൂഢാനാന പശ്യന്തി. അവർ അതിനെ കുറിച്ച് കെയർ ചെയ്യുന്നില്ല, അല്ലെ? അവര് അതെല്ലാം നിസ്സാരമായിട്ട് കരുതി അങ്ങനെ നടക്കുകയാണ്. പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഇത് കാണാൻ സാധിക്കുന്നവർ, ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആർക്കാണോ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ വലിയ ഭാഗ്യവാന്മാരാണ്. അവർക്ക് അടുത്ത ജീവിതത്തിന് വേണ്ടി തയ്യാറാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവസരമുണ്ട്. അതാണ് മനുഷ്യർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് മാത്രമേ അടുത്ത ജീവിതത്തിനെ കുറിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്യാൻ സാധിക്കൂ. മറ്റു ജീവികൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല. മറ്റു ജീവികൾ എപ്പോഴാണോ ചത്തുപോകുന്നത് അപ്പൊ ചത്തുപോകും. അവർക്ക് അറിയുന്നില്ല അവരെവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവരങ്ങനെ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യരങ്ങനെ ചത്തുപോകാനുള്ള ആളുകളല്ല. മനുഷ്യന്മാർക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സാധിക്കും. എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഇതൊക്കെ പ്ലാൻ ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു ശരീരമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അതിന് ജ്ഞാനത്തിന്റെ സഹായം ആവശ്യമുണ്ട്. ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ജ്ഞാനം ലഭിച്ചവർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇനി നമുക്ക് വായിക്കാനുള്ളത് 11ാമത്തെ ശ്ലോകമാണ്. യദന്തോ യോഗിനശൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം യദന്തോ അകൃതാത്മാനോ നൈനം പശ്യന്തി അചേതസ. ശ്ലോകം വായിക്കാം. 11ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. നമുക്ക് അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ദിവ്യമാതാജി വായിച്ചു. യദന്തോ യോഗിനശ്ചൈന്യം പശ്യന്താത്മാനം വ്യവസ്ഥിതം യദന്തോ അപ്യകൃതാത്മനോ നൈനം പശ്യന്ത്യചേതസ. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും.
മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. ഭാവാർത്ഥം: ആധ്യാത്മികമായ ആത്മസാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്ന അതീന്ദ്രിയവാദികൾ അനേകമുണ്ട്. എന്നാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കാത്ത ഒരാൾക്കും ജീവാത്മാവിന് ശാരീരികമായി വരുന്ന മാറ്റങ്ങളെ തികച്ചും പറയാനാവില്ല. ഇവിടെ യോഗിന എന്ന പദത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ന് യോഗികളെന്ന് പറയുന്നവർ പലരുണ്ട്. യോഗികളുടേതെന്ന് അറിയപ്പെടുന്ന സംഘടനകളും ഏറെയുണ്ട്. ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം രണ്ടു കൂട്ടരും അന്ധതയിൽ തന്നെ. ചില കായിക വ്യായാമങ്ങൾ കടിമപ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടർക്ക് ദേഹദാർഢ്യവും ആരോഗ്യവും ഉണ്ടെങ്കിൽ തൃപ്തിയായി. മറ്റൊന്നിനെ കുറിച്ചും അവർക്ക് അറിഞ്ഞുകൂടാ. യദന്തോ അപ്യകൃതാത്മന എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് അവർ. ഒരു പ്രത്യേക യോഗ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവരുമാണ്. ഇത്തരക്കാർക്ക് ജീവന്റെ ദേഹാന്തര പ്രാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ശരിക്കും യോഗചര്യയിൽ ഏർപ്പെട്ട് ആത്മാവിനെയും പ്രപഞ്ചത്തെയും പരമപുരുഷനെയും സാക്ഷാത്കരിച്ചവർക്ക്, ഭക്തിയോഗികൾക്ക്, അതായത് കൃഷ്ണ അവബോധത്തോടെ വിശുദ്ധ ഭക്തിയുത സേവനത്തിൽ മുഴുകിയവർക്ക് മാത്രമേ എന്താണ് സംഭവിക്കുന്നു എന്ന് മനസ്സിലാവുകയുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, താങ്ക് യു ദിവ്യമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ആർക്കാണ് മനസ്സിലാകുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇതെല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ആർക്കാണ് ഇത് മനസ്സിലാക്കുന്നത്? യദന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം. ഏതെങ്കിലും ഒരു യോഗമാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം ലഭിച്ചവർക്കാണ് ഭഗവാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതായത് ജീവൻ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിലൂടെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വിഷയത്തിനെ കുറിച്ചാണോ ആ ജീവൻ ഈ ജന്മത്തിൽ കൂടുതൽ ചിന്തിക്കുന്നത്, അതിനനുസരിച്ചാണ് അടുത്ത ജന്മം കിട്ടുന്നത്. അതിനനുസരിച്ചുള്ള ഇന്ദ്രിയങ്ങളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ഒരു പ്രത്യേക ബോഡി അതിന് കിട്ടും. ഈ ജീവാത്മാവിന്റെ സഞ്ചാരത്തിനെ കുറിച്ച് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? യോഗ ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു യോഗിക്കാണ് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യദന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം. അവർക്ക് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, ബോധ്യപ്പെടാൻ സാധിക്കും. യോഗ ചെയ്യാതെ നമ്മൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ കലിയുഗത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന യോഗം എന്താണെന്ന് നമ്മൾ 13ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള യോഗ പദ്ധതികളിലൂടെ നമുക്ക് ജീവാത്മാവിനെയും പരമാത്മാവിനെ കുറിച്ച് അറിയാൻ സാധിക്കും. അത് 13ാമത്തെ അധ്യായത്തിൽ 25ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. വ്യത്യസ്ത യോഗചര്യകളിലൂടെ നമുക്ക് ശരീരത്തെക്കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് 25ാമത്തെ ശ്ലോകത്തിൽ 13ാമത്തെ അധ്യായത്തിൽ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്നുള്ള അധ്യായം നമ്മൾ വായിച്ചതും അവിടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ധ്യാനേനാത്മനി പശ്യന്തി കേചിതാത്മാനമാത്മന അന്യേ സാങ്കേന യോഗേന കർമ്മയോഗേന ചാപരെ. ചില ആളുകൾ ഈ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ധ്യാനയോഗത്തിലൂടെയാണ്, ചില വ്യക്തികൾ സാഖ്യയോഗത്തിലൂടെയാണ്, ചില വ്യക്തികൾ കർമ്മയോഗത്തിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്നും ചെയ്യാത്തവർക്കും മറ്റൊരു മാർഗത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കലിയുഗത്തിലേക്കുള്ള മാർഗം. കാരണം കലിയുഗത്തിൽ ഇങ്ങനെയുള്ള യോഗ പദ്ധതികളൊന്നും ശരിയായിട്ട് നമ്മൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ എവിടെയും പരിശീലിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ എന്താണ് പറഞ്ഞത്? അന്യേ ദേവമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേബി ജാതിതരം ദേവ മൃത്യും ശ്രുതിപരായണ. അവരെങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? അവര് കേട്ടിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ ഗുരുപരമ്പരയിലൂടെ കേട്ടാണ് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വിശ്വാസപൂർവ്വം അവർ കേൾക്കുന്നു. അന്യേ ദേവമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ. അവർ കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ? അവർ ശ്രുതിപരായണന്മാരാണ്. അവർക്ക് വിശ്വാസമുണ്ട്. ആത്മീയ കാര്യങ്ങൾ കേട്ടറിയുന്നതിൽ, ആത്മീയ ഗുരുവിൽ അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് കേട്ടാൽ തന്നെ അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ കേൾക്കുന്നതിലൂടെ നമ്മൾക്ക് ഈ ജ്ഞാനം ലഭിക്കും. ശീലപ്രഭാതരും ആ ഒരു മെത്തേഡാണ് ഇവിടെ
ഭാവാർത്ഥത്തിലും പറയുന്നത് കൃഷ്ണാബോധമുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ശിലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. യോഗ എന്ന് പറയുന്നത് ശരീരത്തിനെ നിലനിർത്തുന്നതിനുള്ള ഒരു മെത്തേഡ് അല്ല, ഭഗവാനെ കുറിച്ച് അറിയുന്നതിനുള്ള ഒരു പദ്ധതിയാണ് യോഗ എന്ന് പറയുന്നത്, യോഗ പദ്ധതി. ഇന്നത്തെ കാലത്ത് നമുക്ക് കേൾക്കുന്നതിലൂടെ, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെ ഈ യോഗം ഉണ്ടാകും. അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു യോഗ പദ്ധതിയാണ്. ഏറ്റവും ഉയർന്ന യോഗ പദ്ധതിയും അത് തന്നെയാണെന്ന് പറയും. ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാനെ വിശ്വാസപൂർവ്വം സേവിക്കുന്നവരാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള യോഗികൾ എന്ന് 6-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. അല്ലെ, ഓർമ്മയുണ്ടോ? ഏറ്റവും ഉന്നതരായിട്ടുള്ള യോഗികൾ ഭഗവാനെ വിശ്വാസപൂർവ്വം സേവിക്കുന്നവരാണ് എന്ന് ഭഗവാൻ പറയും. ധ്യാനയോഗം പറഞ്ഞതിന് ശേഷം ഭഗവാൻ പറയുന്നതാണ് യോഗിനാം അഭി സർവേഷാം. യെസ്, യോഗിനാം അഭി സർവേഷാം മദ്ഗതേന അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമാം സമേ യുക്തതമോ മത. ശ്രദ്ധാവാൻ, ശ്രദ്ധാവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസപൂർവം, ഭഗവാനിൽ വിശ്വാസമുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ശ്രദ്ധാവാൻ ഭജതേ, ഭജതേ യോമാം, ഭജിക്കുന്നു, ഭഗവാനെ ഭജിക്കുന്നു. ഭഗവാനെ ഭജിക്കുന്ന യോഗികൾ ആരാണ്? ഭക്തിയോഗികളാണ്, ഭക്തന്മാരാണ് ഭഗവാനെ ഭജിക്കുന്നത്, അല്ലെ? ഭക്തന്മാരല്ലാത്തവർ ഭഗവാനെ ഭജിക്കുന്നില്ല. അപ്പൊ ഭഗവാനെ വിശ്വാസപൂർവം ഭജിക്കുന്നവരാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള യോഗികൾ എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? യോഗികൾക്കാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവാത്മാവിന്റെ സഞ്ചാരത്തെ കുറിച്ചൊക്കെ യോഗികൾക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഭക്തി ചെയ്യുന്നവരും ആര് തന്നെയാണ്? യോഗികൾ തന്നെയാണ്. അവരാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള യോഗികൾ. യോഗി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കാട്ടിൽ പോയി തപസ് ചെയ്യുന്നവരാണ് യോഗികൾ എന്നാണ് നമ്മുടെ ഒരു ചിത്രം. നമ്മുടെ യോഗി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിത്രം, അല്ലെ? കാട്ടില് പോയി തപസ് ചെയ്യുന്ന, താടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ ധ്യാനയോഗത്തിൽ ഇരിക്കുന്ന ഒരാൾ, അതാണ് യോഗി. പക്ഷെ ഭക്തിയോഗിയും പെർഫെക്റ്റ് ആയിട്ടുള്ള യോഗിയാണ്. കൃഷ്ണാബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആത്മീയ കാര്യങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഭഗവാൻ നേരിട്ട് ജ്ഞാനം ഹൃദയത്തിൽ നൽകുകയാണ് ചെയ്യുന്നത്. ആ ഒരു പദ്ധതി 9-ാമത്തെ അധ്യായത്തിൽ, 9-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറയുന്നത്, അല്ലെ? യശാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉഭയാന്തിനെ. ആരാണോ ഭഗവാനെ പ്രീതിപൂർവം സേവിക്കുന്നത് അവർക്ക് ആത്മീയമായിട്ടുള്ള ജ്ഞാനമൊക്കെ ഞാൻ തന്നെ നൽകും എന്ന് പറയും. ആർക്കാണ് നൽകുന്നത് എന്നും ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസുത. എന്നെ നിരന്തരമായിട്ട് സേവിക്കുന്നവരോട് എനിക്ക് അനുകമ്പയുണ്ടാവും, കാരുണ്യമുണ്ടാവും. ആ കാരുണ്യത്താൽ തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ, അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ അജ്ഞാനവും ഞാൻ തന്നെ നശിപ്പിക്കും എന്ന് ഭഗവാൻ പറയും. അപ്പൊ ഭക്തിയോഗം ചെയ്യുന്നവർക്ക് ജ്ഞാനം ലഭിക്കണമെങ്കിൽ വേറെ പദ്ധതികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പുസ്തകം വായിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ജ്ഞാനമുണ്ടാവും, ആത്മീയമായിട്ടുള്ള ജ്ഞാനമുണ്ടാകും. ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും, ഓ ഇത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവും. ഭക്തി ഇല്ലാത്തവർക്ക് അത് അവർക്ക് മനസ്സിലാവുകയില്ല. ഭക്തി ഇല്ലാത്തവർക്ക് ഈ ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ എന്താ, അതൊക്കെ ഒരു കഥയാണ് എന്ന് അവർ വിചാരിക്കും. പക്ഷെ ഭക്തി സേവനം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ജ്ഞാനം നൽകുന്നത് കൊണ്ട് നമ്മൾക്ക് ഇത് പെട്ടെന്ന് സ്വീകരിക്കാൻ സാധിക്കും. അപ്പൊ യോഗികൾക്കാണ് ഈ ആത്മീയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും ഭക്തിയോഗികളും കൃഷ്ണാവബോധത്തിലുള്ളവരും യഥാർത്ഥ യോഗികൾ തന്നെയാണ് എന്നിവിടെ ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ആർക്കാണ് ഈ ജ്ഞാനം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം ഇതുവരെയുള്ള ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ഭഗവാന്റെ ലോകത്തിനെ കുറിച്ചും ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും, ഒരു ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എന്താണ് ദുരിതം, ശരീരങ്ങൾ മാറി മാറി എടുക്കുന്നതാണ് ദുരിതം എന്നും ഭഗവാൻ പറഞ്ഞു. അതാർക്കാണ് മനസ്സിലാകുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ള യോഗികൾക്കാണ് ഈ ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഭഗവാൻ നേരത്തെ
ആത്മീയ ലോകത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഭൗതിക ലോകം എങ്ങനെയാണ് ഭഗവാൻ നിലനിർത്തുന്നത്? ആത്മീയ ലോകത്തിലുള്ളവരെല്ലാം ഭഗവാനെ സേവിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാരാണ്. അതുകൊണ്ട് ഭഗവാൻ അവിടെ നേരിട്ട് പ്രത്യക്ഷമാണ്. എല്ലാവരും ഭഗവാന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നവരാണ്, ഭഗവാന്റെ രൂപത്തെ അംഗീകരിക്കുന്നവരാണ്, ഭഗവാനെ നേരിട്ട് സേവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഭഗവാന്റെ രൂപം കാണാം. പക്ഷെ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും ഭഗവാന്റെ രൂപത്തെ അംഗീകരിക്കുന്നവരല്ല, ഭഗവാന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നവരല്ല, ഭഗവാൻ ഉണ്ടെന്ന് തന്നെ അംഗീകരിക്കുന്നവരല്ല. വളരെ കുറച്ച് വിരളമായിട്ടുള്ള ആളുകൾ മാത്രമേ ഭഗവാൻ ഉണ്ടെന്നും ഭഗവാൻ രൂപമുണ്ടെന്നും ഭഗവാനെ സേവിക്കാൻ സാധിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ഭൗതിക ലോകത്തിൽ, അല്ലെ? 90% ആളുകളും ഭഗവാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അതിൽ തന്നെ ഭഗവാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരിൽ തന്നെ ഭഗവാന് രൂപമില്ല, ഭഗവാന് വ്യക്തിത്വമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ പേര്. അതുകൊണ്ട് ഭഗവാന്റെ വ്യക്തിരൂപം ഈ ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഭഗവാൻ ഒരു വ്യക്തിയായിട്ട് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് കാണാൻ വലിയ പ്രയാസം. പക്ഷെ ഭഗവാനെ അംഗീകരിക്കാത്തവരാണെങ്കിൽ പോലും, ഭഗവാനെ എതിർക്കുന്നവരാണെങ്കിൽ പോലും ഭഗവാന്റെ മക്കളായതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്കും ഭഗവാൻ എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്? എല്ലാവിധ സൗകര്യങ്ങളും, ജീവിത സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കാരണം അവർ ഭഗവാൻ അംഗീകരിക്കാത്തവരാണ്, ഭഗവാൻ വേണ്ട എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോളാം, ഭഗവാന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ ഭഗവാൻ ഒരിക്കലും പ്രത്യക്ഷനായിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷേ ഭഗവാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. ഭഗവാൻ എതിർക്കുന്ന ജീവാത്മാക്കൾക്ക് പോലും ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. അതെങ്ങനെയാണ്? ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് നൽകുന്നത്? അതിൽ ഭഗവാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ഭഗവാൻ എടുത്ത് പറയുന്നുണ്ട്. 12ാമത്തെ ശ്ലോകം മുതൽ യഥാദിത്യഗതം തേജോ ജഗത് ഭാസേതേ അഖിലം യച്ഛന്ദ്രമസി യച്ഛാത്മോ തത്തേജോ വിദ്ധി മാമകം. 12ാമത്തെ ശ്ലോകം വിവർത്തനവും ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ധന്യവാദം. വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദാദിത്യഗതം തേജോ ജഗത്പാസയദേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നോ തത്തേജോ വിദ്ധി മാമകം. ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. പ്രപഞ്ചത്തിലെ അന്ധകാരം അത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്നു തന്നെ വരുന്നവയാണ്. ഭാവാർത്ഥം: കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ബുദ്ധിഹീനന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഭഗവാൻ വിശദീകരിക്കുന്നത് മനസ്സിലാക്കുന്നത് കൊണ്ട് ജ്ഞാനത്തിന്റെ വഴിയിൽ ചുവടുറപ്പിക്കാം. സൂര്യചന്ദ്രന്മാരും അഗ്നിയും വൈദ്യുതിയും ഏവർക്കും സുപരിചിതങ്ങളായ ദൃശ്യങ്ങളാണ്. ഇവയുടെയെല്ലാം തേജസ്സുകൾക്ക് പരംപുരുഷനായ ഭഗവാനാണ് ഉറവിടം എന്നതറിയാൻ ശ്രമിക്കുകയേ വേണ്ടൂ. കൃഷ്ണാവബോധത്തിന്റെ ആരംഭമായ ഈ ജീവിത ദർശനം ലഭിക്കുമ്പോൾ ഭൗതിക ലോകത്തിൽ ബദ്ധനായ ജീവാത്മാവിന് സാരമായ പുരോഗതി ഉണ്ടാവും. തികച്ചും ഭഗവത് അംശങ്ങളാണ് ജീവാത്മാക്കൾ. അവർക്ക് സ്വഭവനമായ ഭഗവത് ധാമത്തിൽ തിരിച്ചെത്താൻ എങ്ങനെ കഴിയുമെന്നാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. സൗരയൂഥത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെന്ന് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം. വേറെയും വിശ്വങ്ങളും സൗരഗ്രഹ മണ്ഡലങ്ങളുമുണ്ട്. സൂര്യചന്ദ്രന്മാരും ഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ ഓരോ വിശ്വത്തിലും സൂര്യൻ ഒന്നു മാത്രമേയുള്ളൂ. ചന്ദ്രൻ നക്ഷത്രങ്ങളിൽ ഒന്നാണെന്ന് ഭഗവത്ഗീത. നക്ഷത്രാണമഹം ശശി. ഭഗവത്ഗീത 10ാം അധ്യായം 21ാം ശ്ലോകം. ഭഗവാന്റെ പരവ്യോമത്തിലെ ആധ്യാത്മിക ജ്യോതിസാണ് സൂര്യപ്രകാശമാകുന്നത്. സൂര്യോദയത്തോടെ മനുഷ്യരുടെ പ്രവർത്തനം ആരംഭിക്കുകയായി. അവർ ഭക്ഷണം പാകം ചെയ്യാൻ തീ കൂട്ടുന്നു, ഫാക്ടറികൾ നടത്താനും അഗ്നി ഉപയോഗിക്കുന്നു,
മനുഷ്യരുടെ പല പ്രവർത്തനങ്ങൾക്കും അഗ്നിയുടെ സഹായം വേണം. അതുകൊണ്ട് സൂര്യപ്രകാശം, അഗ്നി, നിലാവ് എന്നിവ ജീവാത്മാക്കൾക്ക് എത്രയും ഹിതകാരികളാണ്. അവയുടെ സഹായമില്ലാത്ത ഒരു ജീവിക്കും കഴിഞ്ഞുകൂടാനാവില്ല. ഈ നിലയ്ക്ക് മുൻ പറഞ്ഞവയുടെ തേജോ വിശേഷങ്ങളെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ഉദിക്കുന്നു എന്ന അറിവ് കൃഷ്ണാവബോധത്തിന് ആരംഭം കുറിക്കുന്നു. ചന്ദ്രപ്രകാശമാണ് സർവ്വ സസ്യങ്ങളെയും പോഷിപ്പിക്കുന്നത്. കൃഷ്ണന്റെ കരുണയാലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന ബോധം നിഷ്പ്രയാസം ജനങ്ങളിൽ ഉളവാക്കത്തക്ക വിധം ഓക്കെ. ബദ്ധനായ ജീവാത്മാവിനെ കൃഷ്ണാവബോധത്തിലേക്ക് യെസ്, താങ്ക് യു ധന്യമാതാജി. ഹരകൃഷ്ണ. ലാസ്റ്റ് പോർഷൻ കേട്ടില്ല. ഭഗവത് കരുണയില്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരാകട്ടെ അഗ്നിയാകട്ടെ ഉണ്ടാകുമായിരുന്നില്ല. അവരുടെ സഹായമില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ബദ്ധനായ ജീവാത്മാവിനെ കൃഷ്ണാബോധത്തിലേക്ക് നയിക്കുന്നു ഈ ചിന്തകൾ. അപ്പോൾ ഭഗവാനെ എതിർക്കുന്ന ജീവാത്മാക്കളെ ഭഗവാൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഭഗവാനെ എതിർക്കുന്നവരാണ് ഈ ഭൗതിക ലോകത്തിലുള്ള ഭൂരിഭാഗം ജീവാത്മാക്കൾ. പക്ഷെ അവർക്കും ഭഗവാൻ ജീവിത സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു. അല്ലെ? ഏതുപോലെ ജയിലിനകത്തും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, വെളിച്ചം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, കിടക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ജയിലിനകത്തും കിട്ടും. അവർ കുറ്റവാളികളാണെങ്കിൽ പോലും സമൂഹത്തിലെ പ്രജകളായതുകൊണ്ട്, പൗരന്മാരായതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ജയിലിനകത്തും ലഭിക്കുന്നത്. അപ്പൊ മുഴുവൻ ലോകം എടുത്തു നോക്കുമ്പോൾ നമ്മള് ഈ ഭൗതിക ലോകം ഇരുട്ട് നിറഞ്ഞ ഒരു ജയിലാണ്. ഭഗവാനെ എതിർക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെയും ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ഭഗവാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ സഹായമില്ലാതെ എനിക്ക് ജീവിക്കാം എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കാൻ ഭഗവാന്റെ സഹായം അത്യാവശ്യമാണ് എന്ന് ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് പ്രധാനമായിട്ട് ഭഗവാൻ എന്താണ് പറയുന്നത്? യഥാദിത്യഗതം തേജോ ജഗത് ഭാസയതേ അഖിലം. ഈ മുഴുവൻ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന സൂര്യന്റെ തേജസ്, അത് ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ് എന്ന് പറയും. സൂര്യന് തേജസ് ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ സഹായം ആവശ്യമാണ്. സൂര്യന് എവിടുന്നാണ് തേജസ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ശക്തിയാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഈ മുഴുവൻ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണ് എന്നുള്ള കാര്യവും ഇവിടെ പറയും. യഥാദിത്യഗതം തേജോ ജഗത് ഭാസയതേ അഖിലം. അഖില പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നത് ഒരൊറ്റ സൂര്യനാണ് എന്നാണ് ഭഗവത്ഗീതയുടെ ഭാഷ്യം ഭഗവാൻ പറയുന്നത്. ഇവിടെ വ്യത്യസ്ത സൂര്യന്മാരില്ല. ആധുനിക ശാസ്ത്രം പറയുന്നത് എല്ലാം സൂര്യന്മാരാണ്, നക്ഷത്രങ്ങളൊക്കെ സൂര്യന്മാരാണ് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്? ഒരൊറ്റ സൂര്യനായേ ഉള്ളൂ. നമ്മളും കാണുന്നത് ഒരൊറ്റ സൂര്യനെ മാത്രമേ ഉള്ളൂ, അല്ലെ? ഒരൊറ്റ സൂര്യനേ ഉള്ളൂ. ആ സൂര്യനാണ് എല്ലാ ഗ്രഹങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. ബ്രഹ്മസംഹിതയിലും ഇതേപോലെ തന്നെ പറയുന്നത് യച്ചക്ഷുരേഷ സവിത സകല ഗ്രഹാണ്. സകല ഗ്രഹങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഗ്രഹമാണ്. അപ്പൊ സൂര്യപ്രകാശം നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും തുടങ്ങുന്നത് സൂര്യൻ ഉദിക്കുന്നതോടുകൂടിയാണ്, അല്ലെ? കുറച്ചു ദിവസം സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം, ഇവിടെ ജീവൻ തന്നെ നിലനിൽക്കാൻ സാധിക്കുകയില്ല, ജീവൻ തന്നെ ഉണ്ടാവുകയില്ല, ഒരു പ്രവർത്തനം നടക്കുകയില്ല, നമ്മൾക്ക് ഭക്ഷണം ലഭിക്കുകയില്ല, ജീവന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പം എനിക്ക് ഈശ്വരന്റെ സഹായം ആവശ്യമില്ല എന്ന് പറയുന്നവർക്കും ഭഗവാൻ സൂര്യപ്രകാശത്തിന്റെ രൂപത്തിൽ പ്രകാശവും വെളിച്ചവും ചൂടും ഭക്ഷണവും ഒക്കെ നൽകുന്നുണ്ട്. അത് ഭഗവാന്റെ ഒരു കാരുണ്യമാണ്. പിന്നെ ചന്ദ്രപ്രകാശവും ഭഗവാൻ
നൽകുന്നുണ്ട്. ചന്ദ്രനും നക്ഷത്രങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചന്ദ്രന്റെ പ്രകാശത്തിനും സൂര്യന്റെ പ്രകാശത്തിനും വ്യത്യാസം. സൂര്യപ്രകാശം ചൂടാണ്, ചന്ദ്രപ്രകാശം തണുപ്പാണ്. കാരണം ചന്ദ്രഗ്രഹം ജലം നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. വേദങ്ങളിൽ ചന്ദ്രൻ ജലം നിറഞ്ഞ ഗ്രഹമാണ്. അതുകൊണ്ട് ചന്ദ്രന്റെ പ്രകാശം വളരെ ശീതളമായിട്ടുള്ള പ്രകാശം, നല്ല തണുപ്പുള്ള പ്രകാശമാണ് ചന്ദ്രപ്രകാശം. ചന്ദ്രപ്രകാശത്തിന്റെ ഒരു ഉപയോഗം ഇവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളിലും അതേപോലെ പഴങ്ങളിലുമൊക്കെ അതിന് ആ രുചി ഉണ്ടാകണമെങ്കിൽ ആ രുചി നൽകുന്നത് അതിന്റെ ആ രസം, പഴത്തിനകത്തുള്ള ആ രസം നൽകുന്നത് ആരാണ്? ചന്ദ്രപ്രകാശമാണ്. ചന്ദ്രപ്രകാശം ഇല്ലെങ്കിൽ പഴത്തിൽ ആ രസം ഉണ്ടാവുകയും, സൂര്യപ്രകാശം ഉണ്ടെങ്കിലാണ് ധാന്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചന്ദ്രപ്രകാശം കൊണ്ടാണ് ഔഷധങ്ങളിലെ രസവും പഴങ്ങളിലെ രസവും ഉണ്ടാകുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ എടുത്തു പറയുന്നു. സോമോ ഭൂത്വ രസാത്മക. സോമനിൽ നിറച്ചും രസമാണ്, സോമരസം അല്ലെ? ആ പ്രകാശത്തിലും ആ ഒരു രസമുണ്ട്. ചന്ദ്രപ്രകാശത്തിൽ നിന്നാണ് സസ്യങ്ങൾക്ക് രസം ലഭിക്കുന്നത്. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഭഗവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ചന്ദ്രപ്രകാശം കാണുന്നത് തന്നെ നല്ലതാണ്. മനസ്സും ചന്ദ്രനും തമ്മിൽ ബന്ധമുണ്ട് അല്ലെ? മനസ്സുമായിട്ട് ബന്ധപ്പെട്ട വാക്ക് ലൂണാറ്റിക് എന്നാണ്. ലൂണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ്. പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിന് ഒരു കുളിർമയുണ്ടാകും, ഒരു സന്തോഷമുണ്ടാകും. അത് മനസ്സും ചന്ദ്രനും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ്. ആ ചന്ദ്രപ്രകാശം വരുന്നതും യഥാർത്ഥത്തിൽ ഭഗവാനിൽ നിന്ന് തന്നെയാണ്. യഥാദിത്യഗതം തേജോ ജഗത് ഭാസേതേ അഖിലം ചന്ദ്രമസി യച്ഛാഗ്നോ. ഇനി അഗ്നിയുടെ തേജസ്സും ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ്. അല്ല, അഗ്നിയും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ, ഫാക്ടറിയിൽ പ്രവർത്തിക്കാനൊക്കെ അഗ്നി നമ്മളെ സഹായിക്കുന്നുണ്ട്. ആ അഗ്നിയും ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അഗ്നിയുടെ പ്രകാശവും ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഭഗവാൻ ഇവിടെ ജീവൻ നിലനിർത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നു. മറ്റൊരു കാര്യം ഭഗവാൻ പറയുന്നത് 13ാമത്തെ ശ്ലോകത്തിൽ, ഗാമാവിശ്യജ ഭൂതാനി ധാരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വ രസാത്മക. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജീവനി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗാമാവിശ്യജ ഭൂതാനി ധാരയാത്മ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വ രസാത്മക. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ്. ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപൂകി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. ഭാവാർത്ഥം. സർവഗ്രഹങ്ങളും വായുമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈശ്വര ശക്തിയാലാണ്. ഓരോ ഗ്രഹങ്ങളിലും ഓരോ ജീവിയിലും ഓരോ അണുവിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. പരമപുരുഷന്റെ ഒരു പൂർണ്ണ അംശമായ പരമാത്മാവ് ഗ്രഹങ്ങളിലും വിശ്വത്തിലും ജീവസത്തയിലും പരമാണുവിൽ പോലും ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. അവിടുത്തെ ഈ അധിവേശത്താലാണ് ഓരോന്നിനും ഉചിതമായ ആവിഷ്കാരം ഉണ്ടാകുന്നത്. ജീവാത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ ശരീരത്തിന് വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്. ആ ജീവാംശം നഷ്ടപ്പെട്ടാൽ ദേഹം മുങ്ങുന്നു. ജീർണിച്ചു കഴിഞ്ഞാൽ വൈക്കോൽ തുരുമ്പ് പോലും പൊങ്ങിക്കിടക്കും. എങ്കിലും മരിച്ച ഉടൻ മുങ്ങിപ്പോവുക തന്നെയാണ് പതിവ്. ഇങ്ങനെ ഗ്രഹങ്ങളെല്ലാം ശൂന്യാകാശത്തിൽ ഒഴുകി നടക്കുന്നത് ഭഗവാന്റെ പരമശക്തി അന്തർഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആ ശക്തി ഒരു പിടി മണ്ണിനെ എന്ന പോലെ ഓരോ ഗ്രഹത്തെയും പുലർത്തി പോരുന്നു. ഒരാൾ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മണ്ണ് താഴെ വീഴാൻ സാധ്യതയില്ല. പക്ഷെ അത് കാറ്റത്ത് എറിയുകയാണെങ്കിൽ വീണ് ചിതറിപ്പോവും. അതുപോലെ വായുവിൽ നീന്തി നടക്കുന്ന ഈ ഗ്രഹങ്ങളും വിശ്വരൂപിയായ ഭഗവാന്റെ മുഷ്ടിക്കകത്താണ്. സർവചരാചരങ്ങളും സ്വസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ശക്തിയാലും പ്രഭാവത്താലും തന്നെ. സൂര്യൻ പ്രകാശിക്കുന്നതും
ഗ്രഹഗോളങ്ങൾ ചലിക്കുന്നതിനും കാരണം ഭഗവാൻ മാത്രമാണെന്ന് വേദസൂക്തങ്ങളും പ്രസ്താവിക്കുന്നുണ്ട്. അവിടുത്തെ സഹായമില്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെല്ലാം കാറ്റത്ത് പൊടി പോലെ പറന്നടിഞ്ഞു തീരും. ചെടികൾക്ക് ചന്ദ്രനിലൂടെ പോഷണം കിട്ടുന്നതിന് കാരണവും ഭഗവാനാണ്. ചന്ദ്രന്റെ സ്വാധീന ശക്തി മൂലം സസ്യങ്ങൾ സ്വാദുള്ളവയാകുന്നു. നിലവില്ലാതെ സസ്യങ്ങൾക്ക് വളരാനോ സ്വാദിഷ്ടമാകാനോ കഴിയില്ല. അങ്ങനെ ഭഗവദത്തങ്ങളായ വിഭവങ്ങളുടെ സഹായത്താലാണ് മനുഷ്യവർഗം സുഖമായി ജീവിക്കുന്നതും ഭക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ആ സഹായം കൂടാതെ നമുക്ക് ജീവിക്കാനാവില്ല. രസാത്മകം എന്ന വാക്ക് ശ്രദ്ധേയമാണ്. ഭഗവത് നിർദ്ദിഷ്ടമായ ചന്ദ്ര തേജസ്സിന്റെ പ്രഭാവത്താൽ ഏതൊന്നും ആസ്വാദ്യമായി തീരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജയ് മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ഭൗതിക ലോകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ആകാശത്ത് സൂര്യൻ, ചന്ദ്രൻ, മറ്റ് നക്ഷത്രങ്ങൾ, ഇതൊക്കെ ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശൂന്യതയിലാണ് നിൽക്കുന്നത്, അല്ലെ? പക്ഷെ ആ ശൂന്യതയിൽ എങ്ങോട്ടും വീണു പോകാതെ, അതിന്റെ സ്ഥാനം തെറ്റാതെ അത് കൃത്യമായിട്ട് സഞ്ചരിക്കുന്നതായിട്ട് കാണാം. ദിവസവും നമ്മൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് ആ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ ഒരേ സ്ഥാനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും വലിയ ഗ്രഹങ്ങളായിട്ടും അതിന്റെ സ്ഥാനം മാറിപ്പോകുന്നില്ല. അതിനെ നിലനിർത്തുന്നത് ഭഗവാന്റെ തന്നെ പ്രത്യേക ശക്തിയാണ് എന്നുള്ള കാര്യം ഭഗവാൻ ഇവിടെ എടുത്തു പറയും. ഗാമാവിശ്യജ ഭൂതാനി ധാരയാമ്യഹമോജസ. ഇത്രയും വലിയ ഗ്രഹങ്ങൾ, നമ്മളൊരു കല്ലെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞാൽ പോലും അത് താഴോട്ട് തിരിച്ച് വീണുപോകും. പക്ഷെ വലിയ വലിയ ഗ്രഹങ്ങൾ ആകാശത്തിൽ അങ്ങനെ പറന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭൂമി പോലും വലിയൊരു ഗ്രഹമാണ്, അല്ലെ? ചന്ദ്രൻ, അതേപോലെ സൂര്യൻ, ഇങ്ങനെ വലിയ വലിയ ഗ്രഹങ്ങളൊക്കെ ആകാശത്തിൽ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് അകത്തൊരു ശക്തി ഇല്ലാതെ അതൊരിക്കലും നിലനിൽക്കുന്നില്ല. വെറുതെ ശൂന്യതയിൽ അതിന് കൃത്യമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. ആ ശക്തി ഭഗവാൻ തന്നെയാണ് നൽകുന്നത് എന്ന് പറയും. ഭഗവാൻ അതിൽ പ്രവേശിച്ച് ഓരോ ഗ്രഹത്തിനകത്തും ഭഗവാൻ പ്രവേശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് അന്താന്തരസ്ഥം പരമാണു ഛയാന്തരസ്ഥം. ഓരോ ഗ്രഹത്തിനകത്തും ഓരോ ആറ്റത്തിനകത്തും ഭഗവാൻ പ്രവേശിക്കും. അതാണ് ശാസ്ത്രജ്ഞന്മാര് കാണുന്ന സമയത്ത് ആറ്റവും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആറ്റത്തിനകത്തും പ്രവർത്തനങ്ങളുണ്ട്. ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും ഒക്കെ കൃത്യമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്, അതും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഗ്രഹത്തെയും അതിന്റെ സ്ഥാനത്ത് നിലനിർത്തുന്നത് ഭഗവാൻ അതിൽ പ്രവേശിച്ച് അതിന് ശക്തി നൽകിയിട്ടാണ് എന്ന് പറയും, അല്ല? ഓരോ ഗ്രഹത്തെയും. പക്ഷെ ഭഗവാന് അതിനെ നിലനിർത്തുന്നതിന് അത്ര പ്രയാസമൊന്നുമില്ല. ഭഗവാൻ ഈ ഗ്രഹങ്ങളെ താങ്ങി നിർത്തുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ചിത്രം വരും, ഹെർക്കുലീസിന്റെ ചിത്രം, അല്ലെ? ഹെർക്കുലീസ് ഭൂമിയെ താങ്ങി പിടിച്ചു നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെയല്ല ഭഗവാൻ താങ്ങി നിർത്തുന്നത് എന്ന് പറയും. ഭഗവാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. 10ാമത്തെ അദ്ദേഹത്തിന്റെ അവസാനം ഭഗവാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഭഗവാൻ ഈ ലോകത്തിനെ മുഴുവൻ നിലനിർത്തുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത്? അഥവാ ബഹുനൈതേന കിജ്ഞാതേന തവാർജുന ഇഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഭഗവാന്റെ ശക്തിയുടെ ഒരു ചെറിയ അംശം മാത്രം മതി ഈ മുഴുവൻ പ്രപഞ്ചങ്ങളെയും ഭഗവാനെ നിലനിർത്തുന്നതിനായിട്ട്. അല്ലാതെ ഭഗവാൻ ഇങ്ങനെ ഓരോ ഗ്രഹം താങ്ങി പിടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം മതി ഈ ഗ്രഹങ്ങൾ മുഴുവൻ, ജഗത്ത് മുഴുവൻ, എല്ലാ പ്രപഞ്ചത്തിനെ ഉൾക്കൊള്ളുന്നതാണ് ജഗത്ത് എന്ന് പറയും. ജഗത്ത് മുഴുവൻ നിലനിർത്തുന്നതിന് ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം മതി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് ഭൂമിയിലുള്ള ഒരു പർവ്വതം ഉയർത്താൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്നു? അല്ല, ഭൂമിയെ തന്നെ ഭഗവാൻ വളരെ നിസ്സാരമായിട്ട് എങ്ങനെ നിലനിർത്തുന്നുണ്ട്. വലിയ ഗ്രഹമായിട്ടുള്ള സൂര്യൻ വേദശാസ്ത്രം അനുസരിച്ച് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൈദിക സാഹിത്യത്തിൽ സൂര്യനും ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇത്രയും വലിയ ഗ്രഹമായിട്ടുള്ള സൂര്യനെ
കൃത്യമായിട്ട് ഭഗവാൻ ചുറ്റി സഞ്ചരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന് ഈ ഗ്രഹത്തിൽ വന്ന് ചെറിയൊരു പർവ്വതം എടുത്തു ഉയർത്തുന്നതിന് ഒരു പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാൻ ഒരു കൂൺ എടുത്തു ഉയർത്തുന്നത് പോലെ ഗോവർദ്ധന പർവ്വതം എടുത്തു നിന്നു എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ശക്തി മനസ്സിലാക്കിയവർക്കറിയാം അത് ഭഗവാന് വളരെ നിസ്സാരമായിട്ട് സാധിക്കും. ഭഗവാനെ കുറിച്ച് അറിയാത്തവർക്കാണ് അതില് സംശയം ഉണ്ടാകുന്നത്. മനുഷ്യൻ തനുമാശ്രിതം, ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ ഭഗവാന്റെ ശക്തിയെ കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് അത് ഭഗവാനെ തീർച്ചയായിട്ടും വളരെ ലളിതമായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ധാരയാമ്യഹം ഓജസ ഉഷ്ണാമി ഔഷധി സർവ സോമോ ഭൂത്വ രസാത്മക. ഭഗവാൻ ചന്ദ്രപ്രകാശം നൽകിക്കൊണ്ട് എല്ലാ ഔഷധ സസ്യങ്ങളെയും പഴങ്ങളെയും ഒക്കെ സാധുള്ളതാക്കി മാറ്റുന്നു. നമ്മൾ പഴം കഴിക്കുമ്പോൾ ഭഗവാനെ ഓർക്കാൻ സാധിക്കും. അല്ല, അതിനുള്ള ആ രസം, അതിന്റെ രുചി, അതിന്റെ ആ ജ്യൂസ് നൽകിയിട്ടുള്ളത് ആരാണ്? ഭഗവാൻ ചന്ദ്രനിലൂടെ നൽകിയിട്ടുള്ളത്, ചന്ദ്രപ്രകാശത്തിലൂടെ നൽകിയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഔഷധം, ഏതെങ്കിലും ഒരു മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ മെഡിസിനൽ വാല്യൂ അതിന് നൽകിയിട്ടുള്ളതാണ് ആരാണ്? ആ ഔഷധ വീര്യം ആ സസ്യത്തിന് നൽകിയിട്ടുള്ളത് ആരാണ്? അതും ചന്ദ്രപ്രകാശത്തിലൂടെ ഭഗവാൻ നൽകിയിട്ടുള്ളതാണ്. ചന്ദ്രപ്രകാശമാണ് ഔഷധ സസ്യങ്ങളെ പോഷിപ്പിക്കുന്നത് എന്നിവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉഷ്ണാമി ഔഷധി സർവ സോമോ ഭൂത്വ രസാത്മക. സോമനിൽ നിന്നുള്ള രസം അതാണ് ഔഷധ സസ്യങ്ങളെ പോഷിപ്പിക്കുന്നതും ഫലവൃക്ഷങ്ങളെ പോഷിപ്പിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഭഗവാൻ ഇവിടെ സൗകര്യങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതൊക്കെ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഭഗവാനെ മറന്നിട്ടാണ് ജീവിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഭഗവാൻ തരുന്ന സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഭഗവാനെ നമ്മൾ എതിർക്കുന്നുണ്ട്. പക്ഷെ ഭക്തന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഭക്തന്മാർ ഇത് അംഗീകരിക്കും, അവർക്ക് ഭഗവാനോട് കൂടുതൽ സ്നേഹമുണ്ടാകും. അതാണ് ഇത് കേൾക്കുന്നതിന്റെ ഫലം. കൂടുതൽ നമ്മൾക്ക് ഭഗവാനോട് അടുപ്പമുണ്ടാവുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മുടെ ആ ഭക്തി വർദ്ധിപ്പിക്കുന്നതിനാണ് ഭഗവാൻ ഈ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇനിയും ഭഗവാൻ മറ്റ് രീതികളിൽ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ. അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. സ്മിത മാതാജി പറഞ്ഞു. പ്രഭുജി, നേരത്തെ